2ന്റെയും 3യുടെയും ടേബിൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കണക്ക് സാർ 3 കണക്ക് ഇവിടെ ഇട്ടുണ്ട്. ആദ്യത്തെ കണക്കിലേക്ക് പോവാം. ആദ്യത്തെ കണക്ക് നോക്ക് 678 ഗുണിക്കണം 3 എന്നാണ്. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുന്നത് നമ്മുടെ വലതുഭാഗത്ത് നമ്മൾ തുടങ്ങണം. അപ്പോൾ ആദ്യം നമുക്ക് 8നെ 3 കൊണ്ട് ഗുണിക്കാം. നമുക്ക് 3ന്റെ പട്ടിക എടുത്തും ചൊല്ലി നോക്കാം. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21, 8 3 എത്രയാണ് 24. നിങ്ങൾ ശ്രദ്ധിക്ക്, 8 3 24 അല്ലേ? ആ 24ൽ എന്താണ് സാർ ഇവിടെ എഴുതുന്നത്? ഈ അറ്റത്തുള്ള ആളെ എഴുതണം. അറ്റത്തുള്ളത് ആരാണ്? 4. ആ 4നെ സാർ ഇവിടെ എഴുതി. ബാക്കി എന്ത് വന്നിട്ടുണ്ട്? 2 വന്നിട്ടില്ലേ? ആ 2നെ 8 കൊണ്ടല്ലേ ഇപ്പൊ ഗുണിച്ച തൊട്ടപ്പുറത്തെ സംഖ്യയുടെ മുകളിൽ ആ 2നെ ഞാൻ വെച്ചു. ബാക്കി വന്ന 2നെ വെച്ചു. ഇനി നമുക്ക് 8 കൊണ്ട് ഗുണിച്ചതുപോലെ 7 കൊണ്ട് ഇനി 3നെ ഗുണിക്കാം. മക്കളെ 7നെ 3 കൊണ്ട് ഗുണിച്ചു. വീണ്ടും 3ന്റെ പട്ടിക എടുത്തു ചൊല്ലി. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 എത്രയാ 21 ആണ്. 7 3 21ഉം ഇവിടെ ഒരു 2 നമുക്കില്ലേ ബാക്കി. ആ 21ന്റെ കൂടെ ആ 2 കൂടി കൂട്ടി എത്ര കിട്ടുക? 21ഉം 2ഉം നമുക്ക് 23 എന്ന് കിട്ടും. ഈ 23നകത്ത് സാർ ഇവിടെ എന്തെഴുതണം? ഈ അറ്റത്തുള്ള 3നെ എഴുതണം. സാർ ഈ 3നെ ഇവിടെ എഴുതുകയും ബാക്കി എന്ത് വന്നു? 2 വന്നില്ലേ? ആ 2 തൊട്ടപ്പുറത്തുള്ള, ഇപ്പൊ ഈ 2 നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞുവല്ലോ, കൂട്ടിയല്ലോ. ബാക്കിയുള്ള 2നെ ഇവിടെ എഴുതി. 23നകത്തെ ഈ 2നെ ഇവിടെ എഴുതി. അത് നമ്മൾ 8നെ ഗുണിച്ചു, 7നെ ഗുണിച്ചു. ഇനി എന്താ ഗുണിക്കാനുള്ളത്? 6നെയാണ്. 6നെ 3 കൊണ്ട് ഗുണിച്ചു. സാർ വീണ്ടും പട്ടിക ചൊല്ലി. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 എത്രയാണ് 18. ആ 18 കൂടെ ഈ 2 കൂടി കൂട്ടുമ്പോ 18ഉം 2ഉം എത്ര കിട്ടി? 20 എന്ന് കിട്ടി. 20 എന്ന് കിട്ടി. ഇനി ഇവിടേക്ക് എന്തെങ്കിലും ഉണ്ടോ ഗുണിക്കാനില്ല? ഗുണിക്കാനില്ലാത്തത് കൊണ്ട് ആ 20നെ അതുപോലെ തന്നെ സാർ ഇവിടെ എഴുതി. അപ്പൊ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 2034 എന്ന് കിട്ടി. 678 ഗുണിക്കണം 3 എത്രയും ഉത്തരം 2034. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കണക്കിലേക്ക് പോകുന്നു. 4935നെ 3 കൊണ്ട് ഗുണിക്കണം. നന്നായിട്ട് നോക്കിക്കോ. 5 ഗുണിക്കണം 3. സാർ നീ പട്ടിക ചൊല്ലുന്നില്ല, നിങ്ങൾ പട്ടിക നോക്കിക്കോട്ടോ. 5 ഗുണിക്കണം 3, 5 3 എത്രയാണ്? 15 ആണ്. 5 3 15 അല്ലേ മക്കളെ? അതിൽ എന്താണ് സാർ ഇവിടെ എഴുതേണ്ടത്? 5നെയാണ് സാർ എഴുതേണ്ടത്. 5നെ സാർ ഇവിടെ താഴത്ത് എഴുതി. ബാക്കി എന്തു വന്നിട്ടുണ്ട്? 1. തൊട്ടപ്പുറത്ത് സംഖ്യയുടെ മുകളിൽ 1 എന്ന് എഴുതി. ഇനി നമുക്ക് 3നെ 3 കൊണ്ട് ഗുണിക്കണം. 3 3 പട്ടിക നോക്കി. 3 3 എത്രയാണ്? 9 ആണ്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 കൂട്ടണം. 9 1 കൂട്ടി എത്രയാണ്? 10 ആണ്. ഈ 10ൽ എന്തെഴുതണം? 0നെ ഇവിടെ എഴുതുകയും വലതുഭാഗത്തുള്ള 0നെ എഴുതുകയും തൊട്ടപ്പുറത്തുള്ള 1നെ ഇപ്പുറത്ത് മുകളിൽ എഴുതുകയും ചെയ്തു. ഇനി സാർ 9നെ 3 കൊണ്ട് ഗുണിച്ചു. 9 3 27 ആണ്. 9 3 27. ആ 27ന്റെ കൂടെ എന്ത് കൂട്ടണം? ഈ 1 കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടി? 28 എന്ന് കിട്ടി. 28ൽ എന്താ എഴുതേണ്ടത്? 8നെയാണ് ഇവിടെ എഴുതേണ്ടത്. 8നെ എഴുതി. അറ്റത്ത് നിൽക്കുന്ന 8നെ എഴുതി. ബാക്കി വന്നിട്ടുള്ള 2നെ തൊട്ടപ്പുറത്തുള്ള സംഖ്യയുടെ മുകളിൽ എഴുതി. ഇനി 4 ഗുണിക്കണം 3 മക്കളെ. 4 3 എത്രയാണ്? 12 ആണ്. ആ 12ന്റെ കൂടെ എന്ത് കൂട്ടണം? ഈ 2 കൂടി കൂട്ടി. 12ഉം 2ഉം കൂട്ടി എത്രയാ? 14 ആണ്. ഇനി ഇവിടെ ഗുണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ 14 അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതാലോ. എഴുതി. അപ്പം ഉത്തരം എന്ത് കിട്ടി? 14805. 4935നെ 3 കൊണ്ട് ഗുണിച്ചപ്പോ 14805 എന്ന് കിട്ടി. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഗുണിച്ചു നോക്കിയാലോ. അപ്പൊ 23 2 3 വരുന്ന കണക്കാണ് ചെയ്യുന്നത്. നോക്കിക്കോ. 92 ഗുണിക്കണം 23 ഗുണിച്ചു നോക്കാമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഈ മുകളിലുള്ള മുഴുവൻ സംഖ്യ കൊണ്ട് നമുക്ക് ആദ്യം 3നെ ഗുണിക്കണം. അതിനുശേഷം എല്ലാ സംഖ്യ കൊണ്ടും 2നെ ഗുണിക്കണം. അതാണ് നമ്മുടെ പ്രൊസീജിയർ. തുടങ്ങാമല്ലോ. അപ്പൊ നമുക്ക് എല്ലാ സംഖ്യ കൊണ്ടും 3നെ ഗുണിക്കാൻ തുടങ്ങാം. അത് നമ്മൾ 2നെ 3 കൊണ്ട് ഗുണിച്ചു മക്കളെ. 2 3 എത്രയാണ്? 6 ആണ്. ആ 6നെ കൃത്യമായി ഇവിടെ താഴത്ത് എഴുതി സാറ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 9നെ 3 കൊണ്ട് ഗുണിക്കണം മക്കളെ. 9 3 എത്രയാണ്? 27 ആണ്. 9 3 എത്രയാണ്? 27 ആണ്. ഈ 27നകത്ത് ഈ അറ്റത്തുള്ള 7നെ സാർ ഇവിടെ എഴുതുകയും ബാക്കി വന്ന 2നെ 9 കൊണ്ടല്ലേ ഗുണിച്ചത്, തൊട്ടപ്പുറത്തുള്ള സംഖ്യയുടെ മുകളിൽ ഞാൻ എഴുതിയ 2നെ. അപ്പൊ 9 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? 7നെ 3 കൊണ്ട് ഗുണിക്കണം.
ഗുണിക്കണം. 7 3 എത്രയാണ്? 21. 21 കൂടെ എന്ത് കൂട്ടണം? ഈ 2 കൂട്ടണം. 21 2 കൂട്ടിയാൽ എത്രയാണ്? 23. എത്രയാണ്? 23. ഈ 23 എന്താണ് എഴുതേണ്ടത്? 3നെയാണ് എഴുതേണ്ടത്. ബാക്കി എന്തുണ്ട്? 2 ഉണ്ടല്ലോ. അത് തൊട്ടപ്പുറത്തുള്ള സംഖ്യയുടെ മുകളിൽ എഴുതി. ഓക്കെ ആണ്. ഇനി നമ്മൾ 3നെ 3 കൊണ്ട് ഗുണിക്കുക. 3 3 എത്രയാണ്? 9. എന്ത് കൂട്ടാനുണ്ട്? 2 കൂട്ടാനുണ്ട്. 9 2 കൂട്ടി എത്രയാണ്? 11. ഇനി ഇവിടേക്ക് ഗുണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ 11നെ കൃത്യമായിട്ട് സാർ ഇവിടെ എഴുതി. ഓക്കെ ആണ്. അപ്പൊ എല്ലാ സംഖ്യ കൊണ്ടും 3നെ ഗുണിച്ചു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? എല്ലാ സംഖ്യ കൊണ്ടും 2നെ ഗുണിക്കണം. ഗുണിച്ചു നോക്കാമല്ലോ. 2 ഗുണിക്കണം 2 എത്രയാണ്? 4. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിക്കണം, ഒരു അക്കം മാറ്റി ഒരക്കത്തിന്റെ താഴത്തല്ല എഴുതുന്നത്, തൊട്ടപ്പുറത്ത് വേണം നിങ്ങൾ എഴുതാൻ. ഒരു സ്ഥലം വിട്ടു വേണം നിങ്ങൾ എഴുതാൻ. അപ്പൊ 2 ഗുണിക്കണം 2 എത്രയാണ്? 4. സാർ 6ന്റെ താഴത്തല്ല എഴുതുന്നത്. ഏതിന്റെ താഴത്താണ്? 7ന്റെ താഴത്താണ് എഴുതുന്നത്. അതുപോലെ കൃത്യമായിട്ട് എഴുതണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് 6ന്റെ താഴത്ത് എഴുതുന്നത്. ഓക്കെ ആണ്. അപ്പൊ 2ൽ 2 കൊണ്ട് ഗുണിച്ചു 4 എന്ന് എഴുതി. ഇനി 9നെ 2 കൊണ്ട് ഗുണിച്ചു. 9 2 എത്രയാണ്? 18. ഈ 18ൽ എന്താണ് സാർ എഴുതേണ്ടത്? 8നെയാണ് എഴുതേണ്ടത്. ബാക്കി എന്ത് വന്നിട്ടുണ്ട്? 1 വന്നിട്ടുണ്ടല്ലോ. ആ 1നെ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തെ സംഖ്യയുടെ മുകളിൽ എഴുതി. ഓക്കെ ആണ്. ഇനി 7നെ 2 കൊണ്ട് ഗുണിക്കണം. 7 2 എത്രയാണ്? 14. ആ 14 കൂടെ എന്ത് കൂട്ടാനുണ്ട്? 1 കൂട്ടാനുണ്ട്. 14 1 കൂട്ടിയാൽ എത്രയാണ്? 15. ആ 15ൽ എന്ത് എഴുതണം? 5നെ എഴുതണ്ടേ. ബാക്കി എന്തു വന്നു? 1 വന്നു. ആ 1നെ തൊട്ടപ്പുറത്തെ സംഖ്യയുടെ മുകളിൽ എഴുതി. ഇനി നമുക്ക് എന്താ ഗുണിക്കാനുള്ളത്? 3 ഗുണിക്കണം 2. 3 ഗുണിക്കണം 2 എത്രയാണ്? 6. 6ൽ കൂടെ ഒരു 1 കൂട്ടാനില്ലേ? 6 1 കൂട്ടിയാൽ എത്രയാണ്? 7. അതവിടെ കൃത്യമായിട്ട് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി സാർ ഇങ്ങനെ വരച്ച് ഈ 2 സംഖ്യകളും തമ്മിൽ എന്ത് ചെയ്യാണ്? കൂട്ടാൻ പോവുകയാണ്. 6 അതേപോലെ ഇറക്കിയിട്ടു. ഇവിടെ കൂട്ടാനൊന്നും ഇല്ലല്ലോ. 6 അതേപോലെ ഇറക്കിയിട്ടു. 7 4 കൂട്ടിയാൽ എത്രയാണോ? 11. 7 4 കൂട്ടി എത്രയാണ്? 11. ആ 1നെ ഇവിടെ എഴുതി. ബാക്കിയുള്ള 1നെ ഇപ്പുറത്ത് എഴുതി മുകളിൽ. 1 3 കൂട്ടി 4. 4 കൂടെ എന്ത് കൂട്ടി? 8. 4 8 കൂട്ടിയാൽ എത്രയാണ്? 12. 2 ഇവിടെ എഴുതി. ബാക്കി 1 ഇവിടെ എഴുതി. കൂട്ടാൻ നമുക്കറിയാമല്ലോ. 1 1 കൂട്ടിയ 2. 2 5 കൂട്ടിയാൽ എത്രയാ? 7. 1 7 കൂട്ടി എത്രയാണ്? 8. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 87,216 എന്ന് ഉത്തരം കിട്ടും. 3792നെ 23 കൊണ്ട് ഗുണിച്ചാൽ 87,216 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ സാർ 3 കണക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. ശരി.